Hello everyone, welcome back. Pizza ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായി ഒരു പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതായത് മൈദപ്പൊടി, പിന്നെ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളത്. ഡ്രൈഡ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം ഈസ്റ്റിനൊന്ന് വെള്ളത്തിലിട്ട് കൊടുക്കാം, പിന്നെ പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഇതിനെ മാറ്റി വെക്കാം. ആ സമയത്ത് ഇത് ഒന്ന് ഫോമായിട്ട് വരും. ഇനി ഡ്രൈഡ് ഈസ്റ്റ് അല്ലാണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് പൊടിയിലേക്ക് ഇട്ടുകൊടുത്ത് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ വെള്ളം ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. ഏത് പാത്രം യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഈ മൈദപ്പൊടി ഇട്ടെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊരു ഹോലാക്കാം. ഈ ഹോലാക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എല്ലായിടത്തും സ്പ്രെഡായി കുഴക്കാൻ കുറച്ചും കൂടി ഈസിയാവും. അപ്പോൾ ഇതുപോലെ ആക്കി ഇനി ഇതിലേക്ക് ഈ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചെടുത്ത് ഒരു സ്പാറ്റുല എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് കുഴക്കാൻ ഒന്നും കൂടി ഈസിയാവും. ഇനി ഒരു 10 മിനിറ്റ് ഇതിനെ നല്ലോണം നീഡ് ചെയ്യണം. നീഡിങ് ആണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നീഡ് ചെയ്തിട്ടില്ലാൽ നമ്മളെ പിസ്സ സോഫ്റ്റായി കിട്ടില്ല. ബേക്കിംഗ് സമയത്ത് ഇത് ഹാർഡായി പോകും. അപ്പോൾ ഒരു മിനിമം 10 മിനിറ്റെങ്കോ ഇതിനെ നീഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് കൈ കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഒരു 7 മിനിറ്റോളം നീഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നീഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാം. ഇപ്പോൾ 10 മിനിറ്റോളം ഇതിനെ കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുഴക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് എല്ലാ സൈഡും നല്ലോണം സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇനി മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളം വെക്കണം. അപ്പോൾ ഈ മാവ് ഡബിൾ സൈസാവും. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതെന്ന്? ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഫീലാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്തിട്ട് വെക്കാം. കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിങ് ഫിൽമാണ് യൂസ് ചെയ്യുന്നുള്ളത്. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ക്ലിങ് ഫിൽം ഇല്ല എന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം വെക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഞാനിവിടെ 2 ടീസ്പൂൺ തന്തൂരി മസാല ആണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തന്തൂരി മസാല വേണ്ടാന്നുണ്ടെങ്കിൽ ടിക്ക മസാല യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെറും പെപ്പർ പൗഡറും സോൾട്ടും കൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത് നല്ല ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ സോയാ സോസ് ഒഴിക്കാം, അതുപോലെ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കാം. ഇനി ഇത് നല്ലോണം മിക്സാക്കി ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ടെടുത്ത് ഒരു 1/2 മണിക്കൂറോളം ഇതിനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ മാവ് ഇത്രക്കായിട്ടുണ്ട്. 1 മണിക്കൂറിൽ ഇനിയും ഇത് ഡബിൾ സൈസാവും. ഇപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായി ഞാൻ പാനിലേക്ക് ഒരു 1.5 to 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിനെ
നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രസ്റ്റ് പീസ് യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നല്ലോണം ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി പിസ്സ ആക്കാം അല്ലേ. ആദ്യം ഈ പിസ്സൻ്റെ ഡോന് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ഇതിലുണ്ട് എയർ ബബിൾസ് എല്ലാം പോവും. ഇനി ഈ ബേസ് വെച്ചിട്ട് 3 പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 ഒരേ സൈസിലുള്ള 2 പിസ്സ ഉണ്ടാക്കുന്നുള്ളത്. എന്തെന്ന് വെച്ചാൽ ഞാൻ തിക്ക് പിസ്സ ഉണ്ടാക്കുന്നതുകൊണ്ട് 2 എണ്ണം ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് തിൻ പിസ്സ വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം ചെയ്യാം. അതുപോലെ എൻ്റെ കയ്യിലുള്ളത് ചെറിയ പാന്, ഈ പാൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിസ്സ അടിയിൽ പിടിക്കില്ല. ഇനി ഡോ എടുത്ത് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി കൈ കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റോട്ടി ഫ്ലാറ്റ്നർ എടുത്ത് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്താൽ മതി. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെയ്യാൻ ഈസി, പെട്ടെന്ന് സ്പ്രെഡായി കിട്ടും. ഇങ്ങനെ സ്പ്രെഡാക്കിയ പിന്നെ ഇതുപോലെ ഫിംഗേഴ്സ് വെച്ച് ഒന്ന് സൈഡിലേക്ക് ഇതുപോലെ പ്രസ്സാക്കി കൊടുക്കണം. അപ്പോൾ അത് ഇളകി വരില്ല, അതുപോലെ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ഫോക്ക് വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈവനായിട്ട് ബേക്കായി കിട്ടും. ഇനി ഇതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഏതുവരെ ഫിംഗർ വെച്ചിട്ട് പ്രസ് ചെയ്തിന് അതുവരെ സ്പ്രെഡ് ചെയ്താൽ മതി. പിസ്സ സോസ് കയ്യിലില്ലെങ്കിൽ ടൊമാറ്റോ സോസും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പോളം മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ളതിനെ ഇട്ടുകൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ ഓണിയൻ പിന്നെ 2 കളറ് ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. അതുപോലെ ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും ഇടാം. ഒലീവ്സ് ഇടാം, മഷ്റൂം ഇടാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജാലപീനോ പിന്നെ ക്യാപ്സിക്കം പിന്നെ ഓണിയൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റിന് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്യുന്ന മുമ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റോളം 200 ഡിഗ്രിയിൽ ചെയ്താൽ മതി. എന്നിട്ട് 20-25 മിനിറ്റോളം ഇതിനെ ബേക്ക് ചെയ്യണം. അത് 180 ഡിഗ്രി വെച്ചാൽ മതി. 180 ഡിഗ്രിയിൽ 20-25 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്കാവുന്ന സമയത്ത് മറ്റേ ട്രേയിലുള്ള മറ്റേ പിസ്സ റെഡിയാക്കിയെടുക്കാം. ആ പിസ്സ ഏതുപോലെ ചെയ്തോ അതുപോലെ അതേ സ്റ്റെപ്പ് ഇതിലും ഫോളോ ചെയ്ത് അതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മൾ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 25 മിനിറ്റ് കുക്കാവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.